1, 2, 3, 4. ഹലോ ഗേസ്, എല്ലാവർക്കും ടെക് ടോക്സ് ബൈ ആർജയുടെ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്ന് കാര്യം പറഞ്ഞാൽ ചിന്തിച്ചതേ അല്ല. അപ്പം ഇന്ന് ഞാൻ കുറച്ച് പ്രോഡക്ട്സുകൾ ഓൺലൈൻ സൈറ്റുകളിൽ നിന്ന് കുറച്ചായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോരോന്നോരോന്നായിട്ട് വന്നു തുടങ്ങി. അതിൽ ഒന്നാമത്തെ ഒരു ഐറ്റം ഞാനിന്ന് ഓർഡർ ചെയ്തത് ഇവനെയാണ്. ഈ ഒരു പ്രോഡക്റ്റ് കണ്ടിട്ട് ഞാൻ റിവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചതേ അല്ല. പക്ഷേ ക്ലാസ്സിൽ പോയി അവിടെയാണ് ഓർഡർ വന്നത്. അപ്പോൾ അവിടുന്ന് ഞാൻ ഈ ഓർഡർ എടുത്ത് ഒരു പാട്ട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് തോന്നി എന്തായാലും ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്യണം. കാരണം അത്ര അടിപൊളി ഒരു ഹെഡ്സെറ്റാണിത്. ഒരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു 600 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ആമസോണിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഇതാണ് അതിൻ്റെ ബോക്സ്. realme earbud 2 എന്നാണ് സംഭവത്തിൻ്റെ പേര്. അപ്പം ഇത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ഒരു ഹെഡ്സെറ്റ്, അതായത് ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹെഡ്സെറ്റ് JBLൻ്റെ റിഫ്ലക്സ് കോണ്ടോർ എന്ന് പറയുന്ന ഒരു ഹെഡ്സെറ്റാണ്. ഇതൊരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണ്. അപ്പം ഇതിന് റേറ്റ് വരുന്നത് കുറച്ച് കൂടുതലാണ്. ഇതൊരു ഗിഫ്റ്റ് കിട്ടിയ ഒരു ഹെഡ്സെറ്റും കൂടിയാണ്. അപ്പം 5000 രൂപയ്ക്ക് റേഞ്ച് വരുന്ന ഒരു ഹെഡ്സെറ്റാണിത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ ബാസ് തരുന്നില്ല. ബേസ് എന്ന് പറയുന്ന സംഭവം തരുന്നില്ല. അതായത് ഈ ഇടി, ഈ മുഴക്കം എന്നൊക്കെ പറയുന്ന ആ ഒരു സംഗതി ഇതിന് അത്യാവശ്യത്തിനേ ഉള്ളൂ, ഒട്ടും കൂടുതലില്ല. പക്ഷേ ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് സൗണ്ട് ക്ലാരിറ്റിയും എല്ലാം ആവശ്യത്തിന് അധികം തരുന്നുണ്ട്. നമുക്കൊരു ചെറിയൊരു സൗണ്ട് പോലും പുറത്തുനിന്ന് ഇങ്ങോട്ട് കേൾക്കില്ല. പക്ഷേ ഇവൻ്റെ ഒരു സംഗതി നേരെ തിരിച്ചാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഹെഡ്സെറ്റ് സൗണ്ട് ക്ലാരിറ്റിയും തരുന്നുണ്ട്, അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു ബേസും തരുന്നുണ്ട്. ബേസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്തായാലും തീർച്ചയായിട്ടും വാങ്ങിയിരിക്കേണ്ട ഒരു ഹെഡ്സെറ്റാണിത്. അപ്പോൾ ഇവൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ എല്ലാവർക്കും അറിയാം, എന്നാലും പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബാക്കിയുള്ള കൂട്ടുകാരിലേക്ക് ഇങ്ങനത്തെ അറിവുകൾ എത്തിക്കുകയും ചെയ്യുക. ഞാൻ കുറച്ച് ടെക്നോളജിക്കൽ അതുമായി ബന്ധപ്പെട്ട കുറച്ച് വീഡിയോസ് ഇടാൻ വേണ്ടി നോക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പ്രോഡക്റ്റ്സൊക്കെ ഓർഡർ ചെയ്തു പോയി. എന്നാൽ പിന്നെ അത് വന്നിട്ട് എടുക്കാമെന്നുള്ള രീതിയിലിരുന്നു. കുറച്ച് മടിയും പിടിച്ചു പോയി, സത്യം പറയണമല്ലോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒരു 350 സബ്സ്ക്രൈബറിൻ്റെ അടുത്തായിട്ടുണ്ട്. 350 എന്ന് പറയുമ്പോൾ കുറവാണ്, എനിക്കറിയാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ സബ്സ്ക്രൈബറാണ്. ഞാൻ കുറച്ച് കാലം മുമ്പേ ഒരു വീഡിയോ ചെയ്തപ്പോഴും പറയലുണ്ടായി, എന്നെ സംബന്ധിച്ച് എൻ്റെ ചാനലിൽ ഓരോ സബ്സ്ക്രൈബേഴ്സിന് കൂടുമ്പോൾ എനിക്കത്ര ഒരു ആകാംക്ഷ വരുന്നുണ്ട്. കാരണം കൂടി വരുമ്പോൾ അപ്പോൾ വീഡിയോ ചെയ്യാൻ അതൊരു പ്രോത്സാഹനമാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് ഇവൻ്റെ അൺബോക്സിങ്ങും റിവ്യൂയിലേക്കൊക്കെ പോവാം. അൺബോക്സിംഗ് എന്ന് പറയാനില്ല, ഓൾറെഡി അൺബോക്സ്ഡ് ആണ്. കാരണം എൻ്റെ കയ്യിലൊരു പ്രോഡക്റ്റ് കിട്ടിയിട്ടുണ്ട്, എനിക്ക് വീഡിയോ എടുക്കുന്ന വരെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതിനിപ്പുറം ഞാൻ എന്തായാലും അൺബോക്സ് ചെയ്തിരിക്കും. പിന്നെ ചിലർ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഇവനെന്താ ഈ യൂട്യൂബിൽ വലിയ മൈക്കെല്ലാം പിടിച്ചിട്ട് എന്തിനാ ഈ പറയുന്നത്, കോളർ മൈക്കൊക്കെ വെച്ച് കുറേ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കോളർ മൈക്ക് പോയി, അതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ പിടിച്ചുകൊണ്ട് പറയുന്നത്. ക്ഷമിക്കുക. നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. അതുതന്നെ ഇതാണ് പ്രോഡക്റ്റ്. ഒരു മാഗ്നറ്റൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ ഹെഡിൽ. കാരണം പല പ്രമുഖരായ വീഡിയോ ചെയ്യുന്ന യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവർ പറയലുണ്ടായി, ഇതിൻ്റെ ഉപകാരം ശരിക്കും മനസ്സിലായിട്ടില്ല. ശരിക്കും ഈ ഒരു മാഗ്നറ്റ് വയേർഡ് ഹെഡ്സെറ്റിൽ എന്തിനാണ് കൊടുക്കുന്നതെന്ന്. വയർലെസ് ആയിട്ടുള്ള ഹെഡ്സെറ്റ് ആണെങ്കിൽ കഴുത്തേൽ ഇങ്ങനെ ഇട്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. ഈ വയേർഡ് ആയിട്ടുള്ള ഹെഡ്സെറ്റിന് എന്തിനാണ് മാഗ്നറ്റ് കൊടുക്കുന്നതെന്ന്. ശരിക്കും ഇത് എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വയർ ടാങ്കിൾ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാഗ്നറ്റ് കൊടുക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ഈ മാഗ്നറ്റ് ഉള്ളത് കാരണം നമുക്ക് പാട്ട് കേട്ട് നിർത്തുന്ന സമയത്ത് ഇങ്ങനെ ബേക്കിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്, അത് അവിടെ നിന്നോളും. നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു മാഗ്നറ്റ് തന്നെയാണ് അവർ ഹെഡിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് താഴെ മുതൽ ഓരോന്നായിട്ട് തുടങ്ങാം ഹെഡ്സെറ്റിൻ്റെ ഓരോ റിവ്യൂ. അപ്പോൾ ഏറ്റവും അറ്റത്ത് കൊടുത്തേക്കുന്ന 3.5mm ജാക്കാണ്. സി ടൈപ്പ് അവരെന്തായാലും കൊടുത്തിട്ടില്ല. അതൊരു വലിയ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. കാരണം വെച്ചാൽ ഇപ്പോൾ ഇറങ്ങുന്ന ഒട്ടുമിക്ക കുറേ മൊബൈലിലും സി ടൈപ്പാണ് ഇതിൻ്റെ ടിപ്പ് വരുന്നത്, അതുകൊണ്ട് ഇയർഫോൺ ജാക്ക് വരുന്നത്. അപ്പോൾ 3.5mm ജാക്കല്ല, മറ്റേ സി ടൈപ്പ് ജാക്കാണ് വരുന്നത്. അപ്പം അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാമായിരുന്നു. ഇതും ഇൻക്ലൂഡ് ചെയ്യുന്നതിന് കൂടെ തന്നെ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വിൽക്കാമായിരുന്നു ഇവർക്ക്. അതുപോലെ തന്നെ ഇതിന് ടി ഷേപ്പ് അല്ല ഇതിൻ്റെ അറ്റം വരുന്നത്.
അതുകൊണ്ട് തന്നെ ഇത് ഒടിഞ്ഞു പോകാനുള്ള ചാൻസസ് അധികമാണ്. പക്ഷേ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഇതൊരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഹെഡ്സെറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജാണ് ഇതിന് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അത് പറയാം. ഇതിൻ്റെ ഇവിടെ വരുന്ന വയർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ക്ലോത്ത് ടൈപ്പ് കോട്ടിങ്ങോട് കൂടിയിട്ടുള്ളൊരു വയറാണ്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്നൊന്നും പോകത്തില്ല, ഉറപ്പാണ്. ഇത് ലോങ് ലാസ്റ്റ് ചെയ്യും. 6 മാസം വാറൻറ്റിയും കൂടിയുണ്ട്, അത് ശ്രദ്ധിക്കണം. 6 മാസം വാറൻറ്റി ഉണ്ട്. 599 റുപ്യാണ് ഇതിൻ്റെ പ്രൈസും വരുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസിന് ബിൽഡ് ക്വാളിറ്റി കൊടുക്കാവുന്നതിൻ്റെ മാക്സിമം റിയൽമി കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ആദ്യത്തെ ഒരു ഹെഡ്സെറ്റായിരുന്നു റിയൽമി ആദ്യമായിട്ട് ഇറക്കിയൊരു ഹെഡ്സെറ്റ് ഉണ്ടായിരുന്നു, ബേസിക്. അത് MIയുടെ ബേസിക് ആ ഒരു റേഞ്ചിലേ വന്നിട്ടുള്ളൂ. ഇത് പക്ഷേ അങ്ങനെയല്ല, നമ്മൾ ശരിക്കും ഇത് തകർത്തു ഈ ഒരു ഹെഡ്സെറ്റ്. അപ്പം ഈ കോട്ടൺ കോട്ടിങ്ങോട് കൂടിയ വയർ ഇവിടം വരുമോ, ഈ ഹെഡ്സെറ്റിലേക്ക് വരുന്ന വയർ ഇവിടെ സ്പ്ലിറ്റ് ആകും. രണ്ട് ഹെഡ്സെറ്റിൻ്റെ ഹെഡിലേക്ക് പോകുന്ന വയർ കുറച്ചധികം കഴിയുമ്പോൾ സ്പ്ലിറ്റ് ആകുന്നുണ്ട്. ആ സ്പ്ലിറ്റ് ആകുന്നിടത്ത് മുതൽ മുകളിലേക്ക് വരുന്ന പ്ലാസ്റ്റിക് വയറാണ്, സാധാരണ വയറാണ് നമ്മൾ സാധാരണ ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നത്. പക്ഷേ കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയ വയറാണ്. പിന്നെ പറയാനുള്ളത് മൈക്കാണ്. ഇതിനൊരു മൈക്ക് വരുന്നുണ്ട്, നോയ്സ് ക്യാൻസലേഷനോട് കൂടിയൊരു മൈക്കാണ് വരുന്നത്. അതുപോലെ തന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺസ് വരുന്നുണ്ട്, 2 നമുക്ക് കാണാം. അതുപോലെ നടുക്കൊരു സ്വിച്ച് വരുന്നുണ്ട്. ആ സ്വിച്ച് ഉപയോഗിച്ച് നമുക്ക് കോള് കട്ട് ചെയ്യാം. അതുപോലെ തന്നെ മ്യൂസിക് പോസ് പ്ലേ, പിന്നെ നെക്സ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് പോവും. അതുപോലെ ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ കോള് കട്ടാക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസും പിന്നെ ഗൂഗിൾ അസിസ്റ്റൻറ്റിനെ എടുക്കാൻ കോൾ വരാത്ത സമയങ്ങളിൽ ഞെക്കി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഓൺ ആവുന്നതാണ്. അത്രയാണ് ഇതിൻ്റെ വയറിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഒരു കേബിൾ ഓർഗനൈസർ നമുക്ക് തരുന്നുണ്ട്. ഇതെന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാങ്ക് ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ കെട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓർഗനൈസർ. ഇങ്ങനെ എടുത്തിട്ട് നമുക്കിങ്ങനെ റൗണ്ടാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്തിടാം. അപ്പോൾ ഇത് ഇങ്ങനെ ഇരുന്നോളും. അതിനുവേണ്ടിയാണ് ഈ കേബിൾ ഓർഗനൈസർ. പലപ്പോഴും നമ്മളിത് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതൊരു ഇറിറ്റേഷനായിട്ട് ഫീൽ ചെയ്യും. ഇത് അടർത്തി മാറ്റാനുള്ള ഒരു ഓപ്ഷനൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ മുറിച്ച് കളയേണ്ടി വരും, പിന്നെ അത് ഫിക്സ് ആക്കാനും കഴിയില്ല. അതൊന്നാണ് ഈ ഓർഗനൈസറെ കുറിച്ച്. പ്രശ്നങ്ങൾ പറയുന്നതിനേക്കാളും കൂടുതൽ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഡിസഡ്വാൻറ്റേജ് ഒക്കെ നമുക്ക് മറക്കാം. അത്രയ്ക്കേ ഉള്ളൂ ഇതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന എന്തൊക്കെയാണ്, ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ കാണുന്നത് ഈ ഒരു ഹെഡ്സെറ്റ് തന്നെയാണ്. ഒരു മിനിറ്റ്, ഇവിടെയാണ് ഈ ഹെഡ്സെറ്റ് ഉണ്ടാവുക. അതിന് താഴെ നമുക്കൊരു ക്യാബിൻ കിട്ടുന്നുണ്ട്. അവിടെ ഇയർബഡ്സ് എക്സ്ട്രാ 2 ഇയർബഡാണ്. ഒന്ന് സ്മോള്, ഒന്ന് മീഡിയം ഹെഡ്സെറ്റ് തന്നെ ഉണ്ടാവും. പിന്നെ ഒരെണ്ണം ലാർജ്, അത് ചെവിക്കനുസരിച്ച് ഓരോരുത്തർക്ക് വെക്കാൻ വേണ്ടി സാധിക്കുന്ന പോലെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഈ ഒരു ഹെഡ്സെറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് ബേസ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു ഹെഡ്സെറ്റ് മേടിക്കണം. CX180നെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഹെഡ്സെറ്റാണ്. കാരണം അതിനേക്കാളും ഒരു സൗണ്ട് എഫക്റ്റ്, ഒരു ബേസും തരുന്നുണ്ട് ഈ ഹെഡ്സെറ്റ്. ഞാൻ പൊതുവേ ഒരു ബേസ് ലവ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് ഈ ഹെഡ്സെറ്റ് ഇഷ്ടപ്പെടുന്നുണ്ട്. കൂടെ ഈ ചെവിയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംഫോർട്ട്, നല്ല ഫ്രീ കംഫോർട്ടാണ്. നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെവിയിൽ ഇരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. നല്ല ഒരു കംഫോർട്ടാണ്. പുറത്തുനിന്നുള്ള സൗണ്ടും അങ്ങനെ കേൾക്കുന്നില്ല. ഈ ഒരു ഹെഡ്സെറ്റ് ഉണ്ടായിരുന്ന സമയത്ത്, അതായത് JBLൻ്റെ ഈ ഒരു ഹെഡ്സെറ്റ് ഉണ്ടായിരുന്ന സമയത്ത് ചെവി വെച്ച് കഴിയുമ്പോൾ ആദ്യമൊക്കെ കുറച്ച് വേദനിക്കുമായിരുന്നു എനിക്ക്. കുറച്ച് നേരം ചെവിയിൽ വെച്ച് കഴിയുമ്പോൾ കുറച്ച് വേദന എടുക്കുമായിരുന്നു. കാരണം ഇതിന് ഇങ്ങനെയൊക്കെ ഇയറിൽ ഫിക്സ് ആയിട്ടിരിക്കാൻ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കണം. കുറച്ച് നാൾ ഉപയോഗിച്ചതിന് ശേഷമാണ് അതൊന്ന് ഫ്രീ ആയി ശരിയായത്. ഇതിപ്പോൾ എനിക്ക് കിട്ടിയിട്ടൊരു 6 മാസത്തിനടുത്തായി ഈ ഒരു JBL ഞാൻ യൂസ് ചെയ്യുന്നു. ഇതുവരെ അത് പോയിട്ടൊന്നുമില്ല. ഇതിന് വാറൻറ്റി ഉള്ളതുകൊണ്ട് ഒട്ടും പേടിക്കണ്ട. നമ്മുടെ കയ്യിൽ നിന്ന് സംഭവിക്കുന്ന തെറ്റുകളില്ല, അതായത് വയർ ഒടിക്കുകയോ അങ്ങനെ ഫിസിക്കലായിട്ടുള്ള ഡാമേജിന് മാത്രമേ വാറൻറ്റി തരാതെ ഉള്ളൂ. അല്ലാണ്ട് എന്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ 6 മാസത്തേന് ഇത് റീപ്ലേസ് വരെ ചെയ്ത് തരുന്ന വാറൻറ്റി ഉള്ളതാണ്. അപ്പോൾ ഇതിപ്പം ഫ്ലിപ്കാർട്ടിൽ ഞാൻ നോക്കി. ഫ്ലിപ്കാർട്ടിൽ റേറ്റൊക്കെ സെയിമാണ്, പക്ഷേ അവൈലബിലിറ്റി ഇല്ല. വാങ്ങുന്ന സമയത്ത് ക്യാൻസലായി പോകുന്നുണ്ട് ഓർഡർ. അതുപോലെ ആമസോണിലുണ്ട് സംഭവം, സ്റ്റോക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ റിയൽമിയുടെ സൈറ്റിൽ നിന്ന് വാങ്ങാം. റിയൽമിയുടെ സൈറ്റിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ലത് ആമസോണിൽ നിന്ന് മേടിക്കുന്നതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു അടുത്തൊരു അൺബോക്സിംഗ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ടൈമിനുള്ളിൽ ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ്സൊക്കെ വരികയാണെങ്കിൽ നമുക്കൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് അടുത്ത് കാണാം, അല്ലെങ്കിൽ ഒരു ടെക് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ദിസ് ഈസ് രാഹുൽ രാജ് ഫ്രം ടെക് ടോക്സ് ബൈ RJ സൈനിങ് ഔട്ട്.